സാറേ സാറ് പോവാണോ? ഇത്ര പെട്ടെന്ന് കണ്ടോ അവര്? സംസാരിച്ചോട്ടാ, പരിചയമുള്ള ആളാ. പരിചയമുള്ള ആളാണോ? ഇപ്പൊ എളുപ്പമായ കാര്യങ്ങൾ എങ്ങനെയാ പരിചയപ്പോ? പഴയ കാമുകയാണേട്ടാ. കാമുകയാ? കൊച്ചിയിലെത്തിയേ? കൊച്ചിയിൽ എത്തിയിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. അങ്ങോട്ട് റൂമൊക്കെ എടുക്കുക, ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. വൈഫ് ആ, അവള് ജോലിക്ക് പോയിക്കോ. ഇവിടെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ നിന്റെ നമ്പർ ചോദിച്ചാൽ, പക്ഷെ ആരെങ്കിലും കിട്ടിയില്ല. പിന്നെ ഞാൻ പഴയൊരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ തപ്പിക്കണ്ടുപിടിച്ച് അതിനകത്തൊക്കെ ഒരു മെസ്സേജൊക്കെ അയച്ചു, പക്ഷെ എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല. ആ അക്കൗണ്ട് ഞാൻ അന്നേ കളഞ്ഞതാ. പിന്നെ സോഷ്യൽ മീഡിയാസിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ആ, കല്യാണത്തിന് നീ ഒഴികെ നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ വിജേഷിന്റെ കൂടെയാണ് താമസിക്കണേ. ശ്രീഹരി എന്നല്ലേ ഹസ്ബൻഡ് പേര്? ആളിവിടെ ഇല്ലേ? ഇൻഫോ പാർക്കിലാ ജോലി. ഇന്ന് ഓഫീസിൽ കൊണ്ടായിരുന്നു. വീട് ഇഷ്ടായോ? ആ, വീട് ഇഷ്ടായി. ഞങ്ങള് ഇതുപോലത്തെ ഒരു വീട് തന്നെയാണ് നോക്കി നടന്നതേ. ഇഷ്ടായെങ്കിൽ ഇങ്ങോട്ട് മാറിക്കൂടെ? നോക്കാം. ഞാൻ ഇറങ്ങട്ടെ, ഞാൻ ബ്രോക്കറോട് പറയാം. അല്ല, ചായ എന്തെങ്കിലും കുടിച്ചിട്ട്? കുഴപ്പമില്ല, പിന്നീട് ഒരിക്കലാ. ദേവ്, നീ ഹാപ്പി അല്ലേ? ഞാൻ വിചാരിച്ച സാറും ചേച്ചിയും പ്രേമിച്ച് കല്യാണം കഴിച്ചോ? ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചേട്ടാ. ഒരാൾക്ക് ഒരു തവണ മാത്രമേ പ്രേമിച്ചുവിടുന്നില്ലല്ലോ. ഈ ചേച്ചിയുടെ കാര്യം ആ ചേച്ചിക്ക് അറിയോ? അതൊക്കെ അറിയാം ചേട്ടാ. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു അസ്ഥി കുടിച്ച പ്രേമായിരുന്നു ചേട്ടാ. കോളേജ് പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കല്യാണം നടത്തണമെന്നേ വീട്ടുകാർക്ക് വല്ല നിർബന്ധം. നമുക്ക് ആ സമയത്ത് പണിയുമില്ല, കൂലിയില്ല. പണിയും കൂലിയൊന്നുമില്ല, അതൊരു പെണ്ണിനെ പോറ്റാൻ പറ്റും. അവസാനം എന്നെ കൊണ്ട് പറ്റൂല എന്ന് തോന്നിയപ്പോൾ അവൾ വേറെ അടുത്തിനെ കെട്ടി. അതിനുശേഷം ഞാൻ ഇന്നാണ് അവളെ കാണുന്നത്. പിന്നെ ഞാൻ അനുവിനെ കാണുന്നതും സ്നേഹിക്കണതും കല്യാണം അയക്കുന്നതൊക്കെ. സാറിൻ്റെ ഒരു ഭാഗ്യം ഭാര്യയുടെ കൂടെയും കാമുകിയുടെ കൂടെയൊക്കെ താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് ഉറപ്പിക്കാം അല്ലേ?